ആ കാലത്ത് ക്രിസ്തു പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു. എല്ലാവരും വാക്കെന്ന് പറഞ്ഞ് എവിടെ ചെന്നു? മലയിൽ. ഹി വെൻ്റ് ഔട്ട് ടു ദ മൗണ്ട് ടു പ്രേ. ഒരു ഉയർന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. ഉയർന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഇന്ന് പല കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാണ് ഓഫ് റോഡ് റൈഡ്. എന്തിനാണ്? വണ്ടി ഓടിച്ച് വലിയ കളത്തിലൊക്കെ പോവുക. പ്രാർത്ഥിക്കാൻ പോകണം ഉയർന്ന സ്ഥലങ്ങളിൽ. എന്തിനാ ചോദിച്ചാൽ ചുറ്റും നോക്കി എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ഉയർന്ന സ്ഥലത്ത് ക്രിസ്തു പോയി. അങ്ങനെ പല സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്. യേശു ഉയർന്ന സ്ഥലത്ത് ഒരു മലയിൽ പോയി എന്ത് ചെയ്യുന്നത്? ക്രിസ്തു ഒരു ശബത്തിൽ വെളഭൂമി കൂടെ എന്ത് ചെയ്യുക? കടന്നു പോകുമ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ കതിർ പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നു. ഈ കൈകൊണ്ട് കതിര് പറിച്ച് തിരുമ്മി തിന്നുമ്പോൾ ഉള്ള പ്രശ്നമുണ്ട്. ശബത്ത് ലംഘിക്കുക. അന്ന് സാബത്ത് ഭക്ഷണം കഴിക്കാനൊക്കത്തില്ല. ആ ലോയ അവർ തെറ്റിക്കുക. അപ്പോൾ അത് കണ്ട പരീശരിങ്ങനെ എന്തോ ഉണ്ടെന്ന് നോക്കി നടക്കും. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അവരുടെ പേരെന്താ? പരീശര്. എന്തോ ഉണ്ടെന്ന് നോക്കുന്നവരുണ്ട്. അതിന്നും ഉണ്ട്, എക്കാലമുണ്ട്. ചെറിയ തെറ്റുകൾ പോലും ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ഇരിക്കുന്നവർ. അവർ പറഞ്ഞു, നിൻ്റെ ശിഷ്യന്മാരെന്താ ഇങ്ങനെ ചെയ്യുക? അപ്പം ക്രിസ്തു പറഞ്ഞൊരു വാക്കുണ്ട്. ദാവീദ്, നമ്മുടെ വല്യപ്പച്ചൻ, പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാൻ അവകാശമുള്ള കാഴ്ചയപ്പം, അതായത് അതിന് പ്രത്യേകമായ ഫുഡാണ്, അതെടുത്ത് കഴിക്കുകയും കൂടെയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തല്ലോ. അത്രയും വലിയ തെറ്റൊന്നും എൻ്റെ ശിഷ്യരെ ചെയ്തില്ല. ഇച്ചിരി കതിര് തിരുമ്മി തിന്നതല്ലേ ഉള്ളൂ. ഈ നെൽക്കതിര് പറിച്ച് കഴിച്ചാൽ അവിടെ വിശപ്പടങ്ങില്ല. പിന്നെ അവരെന്തിനത് ചെയ്തേ? ഒരു രസത്തിന് ചെയ്തായിരിക്കാം, വിശപ്പ് കൊണ്ടായിരിക്കാം, അങ്ങനെ ചെയ്തു. നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ? ഞാനായിരുന്നു ചെയ്തേനെ. ചോദിച്ചേനെ, എൻ്റെ ശിഷ്യരെ, പത്രോസേ, തോമാസേ, നിറഞ്ഞോ? സമാധാനമായല്ലോ? ഇപ്പം നിറഞ്ഞില്ലേ? കിട്ടിക്കോ, എല്ലാവർക്കും കൂടെ മേടിക്കോ. ശബത്ത് ലംഘിച്ചാൽ കല്ലറ. അങ്ങനെ എങ്ങാനും ക്രിസ്തു പറഞ്ഞായിരുന്നെങ്കിൽ എന്തു പറ്റിയേനെ? അവിടെ നിന്നവരെല്ലാം കൂടി ആരെ എറിഞ്ഞേനെ? ശിഷ്യരെ എറിഞ്ഞേനെ. ശബത്ത് ലംഘിച്ചതാ. ഈ ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, കൂട്ടത്തിൽ കൂടി എറിയത്തില്ല. നമുക്ക് ഈ കൂട്ടത്തിൽ പറയാൻ ഇഷ്ടമാണ്. ഒരു ഗുരുവിനെ എല്ലാവരും കൂടെ കല്ലെറിയുക. അപ്പം കല്ലെറിയാൻ ആഹ്വാനം കൊടുത്ത ഗുണ്ട ഇംഗ്ലീഷിൽ ഗുണ്ടയ്ക്ക് എന്താ പറയുന്നത്? ഗുണ്ട തന്നെയാണ്. വില്ലൻ, പിന്നെന്താ? ഗാങ് ലീഡർ, ഗാങ്സ്റ്റർ. ഗാങ്സ്റ്റർ പറഞ്ഞു എല്ലാവരും എറിയണം, എറിഞ്ഞില്ലെങ്കിൽ എറിയുമെന്ന് പറഞ്ഞു. അപ്പം പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ ഇങ്ങനെ നിൽക്കുക. ശിഷ്യനൊരു ചിന്ത, എറിഞ്ഞില്ലേ തന്നെ എറിയത്തില്ലേ? എറിയുന്നത് എങ്ങനെ? ഗുരുവിനെ. അപ്പോൾ ഈ ശിഷ്യനൊരു കാര്യം ചെയ്തു. തെക്കും പൊക്കും നോക്കിയപ്പം കുറച്ച് റോസാപ്പൂ നിൽക്കുന്നു. അത് പറിച്ചിട്ട് ഒറ്റ ഏറ് വെച്ചു കൊടുത്തു. അപ്പം ഗുരു പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇതുവരെ ഒരു കല്ലും എന്നെ നോയിപ്പിച്ചില്ല, പക്ഷെ നീ എറിഞ്ഞ പൂ എന്നെ നോയിപ്പിച്ചു. എനിക്ക് നൊന്തു. കാരണം നീയും എന്ത് ചെയ്തു? നീയും എറിഞ്ഞു. നമ്മളിങ്ങനെ വല്ലതും ഉണ്ടായിരിക്കും, ഇച്ചിരി ഇല്ലാതെ ഇച്ചിരി നാറത്തില്ലല്ലോ. എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ നമുക്ക് 1000 നാവാം. കൂട്ടത്തിൽ കൂടി കുറ്റം വിധിക്കുന്നവരാണോ യേശു? അല്ല. യേശുവിടെ വഴക്ക് പറഞ്ഞാലോ? പക്ഷേ ക്രിസ്തു അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. എല്ലാവരും എറിയുന്നവരെ ആരെറിയില്ല. യേശു എറിയാൻ കൂട്ടു നിൽക്കില്ല. എല്ലാവരും കല്ലെറിയാൻ നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ ക്രിസ്തുവിടെ കല്ലെറിഞ്ഞാൽ, വിട്ടുകൊടുത്താൽ, ചതഞ്ഞ ഓടിക്കത്തില്ല, പുകയുന്ന തിരിയെ കെടുത്തി കളയത്തില്ല. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. എല്ലാവരും പറയുന്ന, കുറ്റം വിധിക്കുന്ന ഒരാളെ ക്രിസ്തു അവരുടെ മനസ്സ് കാണുന്ന, കുറ്റപ്പെടുത്താത്തൊരു കാലം. നമുക്ക് ഈ ലോകത്തിലെ മോശമെന്ന് പറയുന്നവരെല്ലാം ആരാണ്? മോശമാണ്. മോശമെന്ന് പറയുന്നവരെല്ലാം ആളാണ്. മക്കൾക്ക് ഒരു പഴയകാല നാടിൻ്റെ ഒരു സ്വഭാവത്തിൽ പിള്ളേർക്ക് മനസ്സിലാകാൻ ചിലപ്പോൾ ഇവിടുത്തെ അവിടെ ഈ ശരീരം വിറ്റ് ജീവിക്കുന്ന സെക്ഷൽ വർക്കേഴ്സ് എന്ന് പറയുന്നവർ, അവരുടെ പേരിലൊക്കെ ഇപ്പോഴൊക്കെയാണ് അതങ്ങനെ സെക്ഷൽ വർക്കേഴ്സ് എന്നൊക്കെ പറയും. പണ്ടൊക്കെ ഒരു ദേശത്തിൻ്റെ പേരിലൊക്കെ ആയിരിക്കും ഒരാൾ അറിയപ്പെടുക. ഇന്നിടത്ത് ഇന്നാര്, ഇന്ന ദേശത്ത്, ആ ദേശത്തിൻ്റെ പേര് ഇതുമായിട്ടൊക്കെ അവരറിയപ്പെടും.
അങ്ങനെ മോശപ്പെട്ട പേരുള്ള ഒരു സ്ത്രീ ഒത്തിരി വർഷം മുമ്പാണ്. പക്ഷേ എനിക്കവർ മോശപ്പെട്ടാണെന്നും അറിയില്ല. അപ്പോൾ എന്നോട് ഒരാളോട് പറഞ്ഞു, എനിക്ക് ഇന്നാരെ ഒന്ന് കാണണം, പ്രിൻസിപ്പൽ ഭാഷ കാണണം. അപ്പോൾ അന്ന് നമ്മളിങ്ങനെ ആരുണ്ട് എവിടെ ഉണ്ടെന്ന് തപ്പി നടക്കുന്നത് പോകാനും പ്രാർത്ഥിക്കാനും. അപ്പോൾ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ഇവിടെ പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എവിടെ, ഇന്നടത്താന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ വീട്ടിലോട്ട് പോയി. അപ്പം ഞാൻ പോകുന്നിടത്തല്ല ഇവരുടെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഈ പ്രായമുള്ളവരെല്ലാം ചോദിക്കുന്നു, കുഞ്ഞ് എവിടുന്നാ, എവിടത്തെയാ? അപ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞു, ഞാൻ തുണ്ടത്തിലെ പാസ്റ്റർ മോനാണോ? അപ്പോൾ ഇന്നാരാണ്, അങ്ങോട്ട് പോവാ. ഞാൻ അവിടെ ചെന്നു പ്രാർത്ഥിച്ചു, കുറേ നേരം ഇരുന്ന് ഒത്തനൊക്കെ പറഞ്ഞ്. അതിനു മുമ്പ് എൻ്റെ വീട്ടിലറിഞ്ഞു കുഞ്ഞങ്ങോട്ട് പോയിട്ടുണ്ട്. ഒത്തിരി വർഷം മുമ്പ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുഞ്ഞിങ്ങോട്ട് വീട്ടിൽ പോയിട്ടുണ്ട്. അന്ന് ഫോണൊന്നും ഇല്ല. എന്നാലും വീട്ടിൽ ചെന്നപ്പോൾ, നീ അവിടെ പോയോ? പോയി. അതിനിപ്പോൾ പോയി. അപ്പോൾ പറഞ്ഞത് മോശപ്പെട്ട കാര്യം. ഞാൻ പിന്നെ പലവട്ടം ആ സഹോദരൻ സംസാരിച്ചു. ആ സഹോദരൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ട്, അവരുടെ ഭർത്താവ്, അപ്പനൊരു മദ്യപാനിയായിരുന്നു. മദ്യപാനിയായ ഭർത്താവ് അപ്പന് പെൺകൊച്ചിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാം കൂടി ഒരു പ്രായമുള്ളൊരുത്തിൻ്റെ കൂടെ കെട്ടിച്ചു. അവന് സംശയരോഗി, എന്നും അടിയാണ്. അടിയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആരടി വന്നിട്ട് പോയേ, ഇവിടെ ആരടി നിന്നേ, അവിടെ ആരാടി നടി, അടിയുടെ പേട്ട കേട്ട്. അപ്പോൾ ഇവക്കൊരു കാര്യം തീരുമാനിച്ചു, പോയാലും പോയില്ലേലും എന്തു ചെയ്യും, അടി കിട്ടും. ഈ ആട്ടിക്കുന്ന ഭർത്താവിനുള്ള ദേഷ്യം തീർത്താ അവിടെ മനസ്സങ്ങനെ മാറി. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ പേര് ഞാൻ പൈസ മേടിച്ചുണ്ടാക്കിയിട്ടില്ല, വൈരാഗ്യമായിരുന്നു അപ്പനോടും ഭർത്താവിനോടും. മനുഷ്യൻ്റെ മനസ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ പ്രത്യേകത. ക്രിസ്തു എല്ലാവരും കുറ്റപ്പെടുത്തുന്നവരെ എന്ത് ചെയ്യത്തില്ല, ചേർന്ന് നിന്ന് കുറ്റപ്പെടുത്തത്തില്ല. കുറ്റപ്പെടുത്തുമോ? ഇല്ല. ക്രിസ്തു പറയുകയാണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ദാവീദ് കൂടെയുള്ളവർക്ക് എന്താ ചെയ്തത്? എന്നിട്ട് വലങ്കൈ വരണ്ട ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ക്രിസ്തു അവനെ സുന്ദരമാക്കി, സൗഖ്യമാക്കി. എന്നിട്ട് ഒരു മലയുടെ മുകളിലേക്ക് പോയി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അവിടെ നമ്മൾ കാണുകയാണ്, ക്രിസ്തു അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അവർ ചെറിയൊരു തെറ്റ് ചെയ്തു, വേണേ അത് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ തെറ്റ് ചെയ്തവനെ തള്ളിക്കളയുന്ന ഒരു ക്രിസ്തു അല്ല ഇവിടെ കാണുക. അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ ചേർത്ത് പിടിക്കുന്ന കർത്താവിനെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. വീണ്ടും നമ്മൾ ക്രിസ്തു പ്രാർത്ഥിച്ച ഭാഗങ്ങൾ 9:18, ചാപ്റ്റർ 9 വേഴ്സ് 18. അവൻ തനിച്ച് മൈക്കിൽ കൂടെ വായിച്ചാൽ നല്ലായിരുന്നേ, മൈക്ക് എല്ലാവർക്കും കേൾക്കാമായിരുന്നു. സോറിയേ. അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മതി മോളെ, തനിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ക്രിസ്തു സ്നാനമേറ്റ് കയറി ഉടനെ പ്രാർത്ഥിച്ചു. നിർജ്ജനദേശത്തേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു. മലയുടെ മുകളിൽ പോയി പ്രാർത്ഥിച്ചു. ഇവിടെ എങ്ങനെ പ്രാർത്ഥിച്ചു? തനിച്ച് പ്രാർത്ഥിച്ചു. അതിന് മുകളിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. എന്താണത്? ക്രിസ്തുവിൻ്റെ അടുക്കൽ ആൾക്കാരെ ഒത്തിരി പേര് വന്നു. അപ്പോൾ പകൽ കഴിയാറായപ്പോൾ അവൻ പറഞ്ഞു, പുരുഷാരം ചുറ്റുമുള്ള ഈ പകൽ കഴിയാറായപ്പോൾ 12 ശിഷ്യർ യേശുവിനടുക്ക് വന്ന് പറഞ്ഞു, നാം ഇവിടാണ്, അതുകൊണ്ട് പുരുഷാരം ചുറ്റുമുള്ള ഊരുകളിലും കുടികളും പോയി രാത്രി പറപ്പാനും ആഹാരം വാങ്ങാനും വേണ്ടി അവരെ എന്തു ചെയ്യണം? പറഞ്ഞയക്കണം. ഇതാണ് ഈ ശിഷ്യരുടെ പ്രത്യേകത. അവർക്ക് എത്രയും പെട്ടെന്ന് യോഗം തീർക്കണം. എന്നിട്ട് എവിടെ പോകണം? വീട്ടിൽ പോകണം. ഇങ്ങനെ നിർബന്ധമുള്ളവരുണ്ട്. പെട്ടെന്ന് യോഗം തീർക്കണം. എന്നിട്ട് ഒരു നിർബന്ധമില്ല, എന്നിട്ട് വേണേൽ പുറത്തിറങ്ങി വർത്താനം പറയും രാത്രി 12 മണി വരെ. പക്ഷേ എന്തോ ചെയ്യണം? ആൾക്കാരെ പറഞ്ഞു വിടണം. ഞാനും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു അച്ചായൻ എന്നോട് പറഞ്ഞു, മോനെ 1 മണിയാകുമ്പോൾ യോഗം നടത്തണം. ഇവിടുത്തെ പോലെ ഡ്യൂട്ടിക്കൊന്നും പോകണ്ട എന്നാൽ പോലും. അപ്പം ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഒക്കെ അന്തരീക്ഷം അങ്ങനെയൊന്നും വലിച്ചു നീട്ടാൻ ഒക്കത്തില്ല മക്കളെ. നമ്മൾ ചിന്തിക്കുന്ന പോലെ യോഗമൊന്നും വലിച്ചു കിട്ടാൻ ഒക്കത്തില്ല. ഒക്കുമോ? ഇല്ല. പക്ഷേ ചിലപ്പോൾ സമയത്ത് നീണ്ടുപോയെങ്കിൽ അന്നേരം ഒരു പാട്ട് പാടും, അത്യാവശ്യമായിട്ട് പോകേണ്ടവർ പോകണം. അപ്പോൾ ഒരാളിനോടൊന്ന് പറഞ്ഞു, അങ്ങനെയല്ല, നിനക്ക് വിവരമില്ലാത്തതുകൊണ്ട്, നീ കൊച്ചനല്ലേ, 1 മണിക്ക് പോകുമ്പോൾ ആശീർവാദം കൂടെ കിട്ടി വേണം പോകാൻ. എനിക്ക് സത്യത്തിൽ അങ്ങ് സങ്കടമായി. ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ച നിർബന്ധമായിട്ടും ആശീർവാദം കിട്ടേണ്ടവർ ദയവായി നമ്പർ തരൂ, SMS ആയി. ഇപ്പം എല്ലാം അങ്ങനെ ടെക്സ്റ്റ് മെസ്സേജായി, ബെനഡിക്ഷൻ ഫോണിലേറ്റ് എത്തി. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ പ്രത്യേകത എന്താ? എങ്ങനെ എന്ത് ചെയ്യണം? പറഞ്ഞ് അയക്കണം. ഞാൻ ഒരു യൂത്ത് ക്യാമ്പിൽ പങ്കെടുക്കുക. സങ്കടം തോന്നി. ഇതൊക്കെ ഭയങ്കര ദൈവ സാന്നിധ്യം. കുഞ്ഞുങ്ങളല്ലേ, അവർ സത്യസന്ധരാണ്. കാരണം എനിക്ക് ഈ പിള്ളേരെയൊക്കെ ഇഷ്ടമാണ്.
പിള്ളേർ പലരും സത്യസന്ധര കുറച്ചൊക്കെ. ഞാൻ ഒരു ക്യാമ്പ് നടക്കുക, എല്ലാ പിള്ളേരും കൂടെ ഹോളിലോട്ട് കയറി കിടത്തുക. എല്ലാവരും ഹോളിലാണ്, നമ്മൾ ഈ ക്യാമ്പിൻ്റെ ആൾക്കാരാണ്. സന്തോഷമായി പിള്ളേരുടെ. അപ്പോൾ ഞാൻ ചുമ്മാ എല്ലാവരും വിളിച്ചിട്ട് പോയി ഹോളിനാണ് കിടക്കുന്നത്. ഹോള് പരിശുദ്ധമായ സാധനമല്ലേ. എല്ലാവരും ഒരു കാര്യം ഞാൻ പറയുക, ബീഡി വലിക്കുകയാണേലും പുറത്തിറങ്ങി വലിച്ചേക്കണം, അകത്തിരുന്ന് വലിക്കരുത്. ഹോളല്ലേ, എടുത്ത് ഇല്ല അങ്കളെ കഴിഞ്ഞ ആഴ്ച നിർത്തിയായിരുന്നു പറഞ്ഞു. എനിക്കത് ഞങ്ങൾക്ക് ഇഷ്ടമായി. അവനൊന്നിലെ സത്യം പറഞ്ഞു. ഞാൻ ഒരു 11 വർഷം പ്രേമിച്ച ഒരു കപ്പിളിൻ്റെ കഥ പറയുക. മക്കളെ, 1, 2 അല്ല, 5 അല്ല, 8 അല്ല, നിങ്ങളുടെ കൂട്ടൊന്നും അല്ല, 11 വർഷം. നമ്മളൊരു സംഭവം പറയുമ്പോൾ ഇങ്ങനെ പൊലിപ്പിച്ച് ഒക്കെ പറയണ്ടേ. അപ്പോൾ ഫ്രണ്ട് ഇതുപോലെ പെൺപിള്ളേരിയ്ക്കുക. മക്കളെ, നിങ്ങളാരും 11 വർഷമായില്ലോ? ഒരു കൊച്ചോളം ഇല്ലെങ്കിലേ 6 മാസമായുള്ളൂ. എനിക്ക് അവൻ സത്യം പറയും. ആര്? മക്കൾ, പിള്ള മനസ്സിൽ. ഞാനൊരു അമേരിക്കയിൽ കൊച്ചു, അതെനിക്ക് ഈ പിള്ളേരോട് ഭയങ്കര ഇഷ്ടമാണ്. അമേരിക്കയിൽ വെച്ചോണ്ട് ചോദിച്ചു, ഹൗ വാസ് മൈ മെസ്സേജ്? അങ്കിൾ, ട്രൂലി സ്പീക്കിംഗ് ഇറ്റ് വാസ് ടു ബോറിംഗ്. ട്രൂലി സ്പീക്കിംഗ് ഇറ്റ് വാസ് ടു ബോറിംഗ്. എനിക്ക് അവനെനിക്ക് ഇഷ്ടമായി. നമ്മളന്നേ പറഞ്ഞതിന് ഒന്നും കേട്ടില്ല. എന്തോ ഒരു അനുഗ്രഹമായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. നല്ല ഉറക്കത്തിൽ നമ്മൾ പറയും എന്തോ ഒരു അനുഗ്രഹമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരു സ്വത്രം പറയുന്നത് കണ്ടിട്ടില്ലേ? അപ്പം അതാണ് മക്കൾ സത്യസന്ധരാ. അപ്പോൾ ഈ പിള്ളേരെല്ലാം കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിൽക്കുക. ഞാൻ അവരെല്ലാം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. ആ ക്യാമ്പിൻ്റെ മെയിൻ സംഘാടകനായിട്ടുള്ള ഒരാൾ എൻ്റെ പോക്കറ്റിൽ കൊണ്ടൊരു കവർ ഇട്ടിട്ട് പറഞ്ഞു, എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പോക്കോ, ഞാൻ പോകാമെന്ന് പറഞ്ഞു. എൻ്റെ വണ്ടിക്കൂലിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അന്നേരം എൻ്റെ ഡീസൽ അടിക്കാൻ പൈസ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്ന ഞാൻ അത് മേടിക്കത്തില്ല. അതാണ്, അവർക്ക് പോകണം, ഞങ്ങൾ പോവാം. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് തീർത്തിട്ട് എന്ത് ചെയ്തു? പോയിക്കോ. ദിസ് ആറ്റിറ്റ്യൂഡ്. ശിഷ്യർ പറയുക എന്ത് ചെയ്യണം? പറഞ്ഞു വിട്ടേക്കണം. ഇന്നും ഇത് തന്നെയൊക്കെയാണ്. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? പറഞ്ഞു വിടണം. ക്രിസ്തുവിനെ ടെസ്റ്റ് ചെയ്ത് അവർ വന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. അപ്പം കർത്താവ് എന്താ പറഞ്ഞേ? അവൻ അവരോട്, നിങ്ങൾ പോകാൻ പറ്റില്ല. കർത്താവ് പറഞ്ഞു അങ്ങനെ വിടാനൊക്കത്തില്ല. നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? അങ്ങനെ പോകാൻ വരട്ടെ, നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? ഭക്ഷിക്കണം. അപ്പം കർത്താവ് എന്ത് ചെയ്തു? 5 അപ്പവും 2 മീനും അല്ലാതെ. അപ്പോൾ അവർ പറഞ്ഞു 5 അപ്പവും 2. നമ്മൾ മറ്റു സുവിശേഷം കാണുന്നുണ്ടത്. ഒരു ബാലിൻ്റെ പക്കൽ എന്തുണ്ട്? 5 അപ്പവും 2 മീൻ. ആ 5 അപ്പവും 2 മീനും എടുത്തിട്ട് കർത്താവ് എന്ത് ചെയ്തു? 5000 പുരുഷന്മാരുണ്ടായിരുന്നു. ക്രിസ്തു അത് എടുത്ത് സ്വർഗത്തേക്ക് നോക്കി എന്ത് ചെയ്തു? വാഴ്ത്തി. എന്നിട്ട് വാഴ്ത്തി അല്ലേ, എല്ലാവരെയും ഇരുത്തി സ്വർഗത്തേക്ക് നോക്കി അനുഗ്രഹിച്ച് വാഴ്ത്തി. എന്നിട്ട് എന്ത് ചെയ്തു? നുറുക്കി. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. അതിന് മുമ്പ് ക്രിസ്തു ചെയ്ത ഒരു കാര്യമുണ്ട്. അവരെ 50 വീതം, 5000 പുരുഷന്മാരുണ്ട്. അപ്പോൾ എത്ര വീതം ഇരുത്തി? 50 വീതം. അപ്പോൾ എത്ര ലൈൻ കാണുമെന്ന് ഓർത്തോണം. ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കുക. 5000 എവിടെ കണക്ക്? അപ്പം പറയും ഞങ്ങൾ സയൻസാണെന്ന്. സയൻസ് ചോദിച്ചാൽ പറയും ഞങ്ങൾ കണക്കായിരുന്നു. 10,000 50ൻ്റെ അപ്പുറത്ത് 2 0 100 പന്തിയായിട്ട് ഇരുത്തി. എത്ര പേരെ? അപ്പോൾ നമ്മുടെ അച്ചായൻ പറഞ്ഞു, റാന്നിക്കാരൻ കറിയാച്ചാനെ, ഞാൻ ആരുടെ മുമ്പിൽ ഇന്ന് വരെ ഇരുന്നിട്ടില്ല. എന്നെ അങ്ങനെ ആരും ഇരുത്താനും നോക്കണ്ട. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല? ഇരുന്നിട്ടില്ല. കുഴപ്പമുണ്ട്, ഇരിക്കാത്തവർക്ക് കൊടുക്കാൻ കർത്താവിൻ്റെ കയ്യിലൊന്നുമില്ല. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കഴിക്കണോ? കർത്താവ് പറയുന്നിടത്ത് എന്ത് ചെയ്യണം? ഇരിക്കണം. ഞങ്ങളങ്ങനെ ഇരുത്താൻ നോക്കണ്ട. നമ്മുടെ ശൈലല്ലേ, എന്നെ അങ്ങനെ ആരും ഇരുത്താൻ നോക്കണ്ട. പക്ഷെ കർത്താവ് എല്ലാം തരണോ? കർത്താവ് പറയുന്നിടത്ത് എങ്ങനെ ചെയ്യണം? അപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് ഫ്രണ്ട് ലൈനിൽ ഇരിക്കണം. നീ 100-ാമത്തെയാണേ 100-ാമത്തെ, 1-ാമത്തെ ആണേ 1-ാമത്തെ. ഇതെല്ലാം ഇരുത്തുന്ന ആരാ? ഏതോ സമയത്ത് വന്നവനും അവനവനുള്ളത് കൊടുത്ത് വിട്ടോളും. എനിക്ക് 1-ാമതിരിക്കണമെന്ന്. ഞാൻ 100-ാമത്തെ പന്തി ഇരിക്കാനൊക്കെ ഈ സഭയിൽ ആദ്യം വന്നത് ഞാനല്ലേ, വേല തുടങ്ങിയത് ഞാനല്ലേ. കർത്താവ് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നിടത്ത് എന്ത് ചെയ്യണം? ഇരിക്കണം. എല്ലാവരും പറഞ്ഞ് കർത്താവ് പറയുന്നിടത്ത് എന്ത് ചെയ്യണം? ഇരിക്കണം. എന്നാലേ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? കഴിക്കാനൊക്കത്തുള്ളൂ. എന്നിട്ട് കർത്താവ് എടുത്തിട്ട് വാഴ്ത്തി. അത് ഭയങ്കരമാണ്. വാഴ്ത്തി. വാഴ്വ് എല്ലാവർക്കും ഇഷ്ടമാണ്.
ഉയർത്തി കർത്താവ് ഇങ്ങനെ ബ്ലസ് ചെയ്തു. എന്തോ ഒരു അനുഗ്രഹമാണ്. ഉയർത്തി എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്തു? നുറുക്കി. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. പിച്ച് ചീന്തി നുറുക്കി, മുറിച്ച്, വലിച്ച്, മുറിച്ച് ഇത്രയും പീസാക്കി. വാഴ് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ എന്ത് പാടാ, നുറുക്കൽ പാടാ. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണോ, ദൈവം ഒന്ന് നുറുക്കും. ഒരു നുറുക്കൽ പ്രക്രിയയിലൂടെ പോകാത്ത ആരും അനുഗ്രഹിക്കപ്പെടത്തില്ല. ഓരോരുത്തരുടെ നുറുക്കലുകൾ ഓരോന്നായിരിക്കാം. ചിലർക്കത് രോഗമായിരിക്കാം, ചിലർക്കത് തകർച്ചകളായിരിക്കാം, ചിലർക്ക് ദൈവസഭ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലവാരത്തെ കർത്താവിനെ വേല ചെയ്യുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ്റെ ഒരു സംഭവം കേട്ടപ്പോൾ ഞാൻ സത്യത്തിൽ ഒന്ന് പേടിച്ചുപോയി. അദ്ദേഹം യോഗം നടത്തിക്കൊണ്ടിരിക്കുക ചെറിയ സ്ഥലത്ത് എന്ന് ഒരു വിശ്വാസികൾ അധികം ഇല്ല, ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് പുതിയ വില ഉണങ്ങി വില വന്ന ഒരു ഷെഡ് കെട്ടി അവിടെ ആരാണ് നടക്കുക. ആ ഇടയ്ക്ക് പുതുതായിട്ട് വന്നൊരു പെൺകുട്ടി യോഗം നടക്കുമ്പോൾ ഓടി വന്ന് അകത്തോട്ട് കയറി, യോഗ സ്ഥലത്തോട്ട് കയറി മണ്ണെണ്ണ ഒഴിച്ച് അങ്ങ് തീ വെച്ചു. യോഗ സ്ഥലത്തോട്ട് കയറി മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു. എന്തായിരിക്കും, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? അതും ഇതര മതപശ്ചാത്തലത്തിൽപ്പെട്ടൊരു കുട്ടി. അതൊക്കെ എങ്ങനെ ഓർക്കം ചെയ്തു? ഇന്ന് നമ്മുടെ ഭയങ്കര ദൈവാസഭയാണ്. എന്താ ചെയ്യുന്നത്? തമ്പുരാനെ നുറുങ്ങാൻ അനുവദിക്കും. എല്ലാവരും ദൈവം എന്തു ചെയ്യും? നുറുക്കും. വർദ്ധിപ്പിക്കണോ, അനുഗ്രഹിക്കപ്പെടണോ, ആത്മാക്കൾ വരണോ, എന്ത് ചെയ്യുന്നുണ്ടാവണം? നുറുക്കം. നുറുക്കി. കാരണം ഈ 5 അപ്പൻ 2 മീനും അവന് വേണ്ടി മാത്രമുള്ളതല്ല, 5000 പേർക്കുള്ളവരെ എല്ലാം ദൈവം എന്തു ചെയ്യും? നുറുക്കി. നുറുക്കി. ഞാൻ ചിലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം സത്യത്തിൽ പറയുമ്പം സങ്കടമൊക്കെ ഉണ്ടെന്നാൽ പോലും ഞാൻ ആദ്യമായിട്ട് വിദേശത്ത് പോകുന്ന ഒരു ദിവസമുണ്ട്. എനിക്ക് വിസ കിട്ടിയൊരു ദിവസം. അതിൻ്റെ തലേ രാത്രി, അതായത് എനിക്ക് വിസ വന്നു എന്ന് എന്നോട് പറയുന്നതിൻ്റെ തലേ രാത്രി നടന്നൊരു സംഭവമുണ്ട്. ആ ദിവസങ്ങളിലാണത്. ആ ഒരു ബേബി നെക്സ്റ്റ് പ്രീവിയസ് സെയിം നൈറ്റ് ആയിരിക്കത്തില്ല, എന്നാലും വലിയ ഞാൻ പൗരുഷനിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നിരുന്നൊരു പയ്യൻ, വീട്ടിൽ തന്നെ താമസിച്ച് കോളേജിലൊക്കെ പോയിക്കൊണ്ടിരുന്നൊരു കൊച്ചന്, അത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അവന് ഭയങ്കര ആരോഗ്യമാണ്, ഇരുമ്പാണ് ചെറുക്കൻ. അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ കൊണ്ട് നടക്കും. അവൻ ഇച്ചിരി ഉഴപ്പനായതുകൊണ്ട് അവൻ്റെ അമ്മ എന്നെ ഏൽപ്പിച്ചതാണ്. വീട്ടിൽ നിന്നുണ്ടായിരുന്നു കോളേജിലൊക്കെ പോകുന്നത്. കൈക്കൊക്കെ ഈ മസിലാണ്, നല്ല ആരോഗ്യമുള്ള ചെറുക്കൻ. അവൻ പിന്നെ അങ്ങ് ഗാങ്സ്റ്ററായി, ഒരു ഗാങ്ങിലായി പോയി. അവൻ ഏതാണ്ട് കൊട്ടേഷനൊക്കെ ആയി, പിന്നെ കേട്ടു, അങ്ങനെ ആയി പോയി. എന്നാലും നമ്മളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. വല്ലപ്പോഴും ഒക്കെ വരും, ബൈക്കൊക്കെ അരപ്പിച്ചവൻ വരും. ഭയങ്കര നല്ല ആരോഗ്യമുള്ള ചെറുക്കനാണ്, കൊച്ചു ചെറുക്കനാണ്. ഒരു ഡിഗ്രിക്ക് പഠിക്കുക. അപ്പോൾ ഒരു ദിവസം എൻ്റെ കൂട്ടത്തിൽ അന്നൊരു ഡ്രൈവറുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് വന്ന. ഇവനെ അടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കൊരു സങ്കടം. ഇവനെ അടിക്കുന്ന എന്തിനാണ്? ഇവനെ അടിച്ചിട്ട് പിന്നെ ഞാനിൻ്റെ പുറകെ പോകണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അത് വിഷയമൊക്കെ സാരമില്ല, ഞാനങ്ങ് തീർക്കാം. ഞാൻ അപ്പയോട് പറഞ്ഞു, നിങ്ങൾ ആരും ഇടവണ്ട, ഞാൻ തീർത്തോളാം. അവൻ നമ്മുടെ തീർക്കാനല്ലേ, എനിക്കറിയാം, എൻ്റെ കൂടെ നടന്നതല്ലേ. ഞാൻ അവനെ വിളിച്ചേട്ടാ, നീ എവിടെയാണ്? ഞാൻ ടൗണിലുണ്ട്, നീ ഇങ്ങോട്ട് വന്നേ. എന്നാ ചേച്ചാ, ഒരു അത്യാവശ്യ കാര്യമാണ്, നീ ബാ. എൻ്റെ മുന്നേ അവൻ വന്നു. അവനിങ്ങനെ ബൈക്കിലൊക്കെ വന്നു. നല്ല മസിലാ. ഞാൻ പറഞ്ഞിരിക്കുക. അവൻ ഈ സിംഗിൾ സിറ്റി ഇങ്ങനെ ഇരുന്നു. വർത്താനൊക്കെ ചോദിച്ചിട്ട്, മക്കളെ നിനക്ക് ഇവനോട് എന്താ പ്രശ്നം? എൻ്റെ കൂട്ടത്തിൽ അവനോടത്തെ പ്രശ്നം അച്ചാച്ച പിന്നെ പറയാം. അച്ചാച്ചൻ എൻ്റെ അച്ചാച്ചൻ, പക്ഷേ ഇവനിട്ട് ഞാൻ കൊടുക്കും. ആദ്യം അടി കൊടുത്തിരിക്കും. ഞങ്ങളുടെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ ആദ്യം അടിക്കുക, പിന്നെ കോംപ്രമൈസ്. ഫസ്റ്റിൽ അടി നടക്കട്ടെ. അടിയുണ്ട്, അതിനുള്ള എല്ലാ സെറ്റപ്പും ക്രമീകരിച്ചു, നിനക്കുണ്ട്. ഞാൻ ചോദിച്ചാൽ അവൻ എന്താ തെറ്റിയത്? അതൊക്കെ പിന്നെ പറയാം, പക്ഷേ ഇവനിട്ട് അടി കൊടുക്കും, ഉറപ്പാണ്. അടി ഉറപ്പ്. നീ ചെവിയെന്ന് വിളിക്കുക. എന്നിട്ട് ഇവനിരിക്കുക. അപ്പോൾ എൻ്റെ പപ്പ ഇങ്ങനെ ഇരിക്കുകയല്ലേ, പപ്പ മിലിറ്ററിക്കാരനാ. ഞാൻ നോക്കിയപ്പോൾ പപ്പ ഇതൊക്കെ എഴുന്നേക്കുന്നത് എന്തിനാണെന്നറിയാം? ക്യാൻവാസ് കസേരയുടെ കമ്പൂരാൻ. നിങ്ങൾക്കറിയത്തില്ല, ക്യാൻവാസ് കസേര എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പൈസാങ്കാലത്ത് കിടക്കുന്ന തുണിയാണ്. അവിടുത്തെ ഒരു കമ്പുണ്ട്. എൻ്റെ മക്കളെ അതുകൊണ്ടൊക്കെ കിട്ടിയ പിന്നെ നീ ചുമ്മാ ഇരടാ, ഞാൻ തീർക്കാവുന്ന. കാരണം ഇവരുടെ അജണ്ട വേറെയാണ്. ഞാൻ പറഞ്ഞു, മിണ്ടരുത്, ഓടി ഇരുന്നോണോ, പൈസാങ്കാലത്ത് എനിക്ക് പണി തരല്ലേ. പിന്നെ ഞാനിതിൻ്റെ പുറകെ പോകണ്ടേ, ഞാൻ തീർത്തോളാം. ഞാനിവനോട് സംസാരിച്ച് ബാർഗൻ ചെയ്ത് ഞാനിവൻ്റെ അങ്ങ് കാലെ വീണിട്ട് ഇവൻ വീഴുന്നില്ല. ഉണ്ട്, നിനക്കിട്ടുണ്ട്. എത്ര നേരമായി? ശരി, എൻ്റെ നെല്ലിപ്പലൊക്കെ പോയപ്പോൾ ഇവനിങ്ങനെ കസേരയിരിക്കുക. ഞാൻ ചെന്ന് ഇവൻ്റെ കാല് നെടുമ്പാട് വീണ് കിടന്നു, കെട്ടിപ്പിടിച്ചു കാല്. ഞാൻ പറഞ്ഞു, നീ എൻ്റെ തലയെ തൊട്ട് ഈ പ്രശ്നം വിട്ടു എന്ന് സത്യം ചെയ്യാതെ ഞാൻ എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞു. ഇവൻ എന്നെ 20 മിനിറ്റ് കിടത്തി.
ഇവൻ പറയത്തില്ല, ഞാൻ എഴുന്നേക്കത്തുമില്ല. അരമണിക്കൂർ അടുക്കാറായപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ശ്വാസം മുട്ടി. അമ്മ പറഞ്ഞിടാ ഞാൻ ചത്തുപോകും, എനിക്ക് താങ്ങാനൊക്കത്തില്ല, നീ പറ വിടുന്ന ഇടം പേർക്കാ അങ്ങ് പറയടാന്ന് അമ്മയും ബ്ലസ്സിയും കൂടെ കരഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ കല്യാണം കഴിച്ചായിരുന്നു, അത്രയും പ്രായമുള്ള ചെറുക്കാൻ കൊണ്ടേനെ. താമസിച്ച് കെട്ടിയുണ്ട്, അത്രയേ ഉള്ളവൻ. അവൻ്റെ കാലല്ലേ കിടക്കുക. എഴുന്നേക്ക് എൻ്റെ കൂട്ടത്തിലുള്ള ചെറിയാന്ന് പറഞ്ഞൊരു പാഷ വന്നു. അവനെ ഞാൻ കൊച്ചിലേ കൊണ്ടുവന്ന, ഇപ്പം മിടുക്കനായി. അവൻ കയറി വന്നപ്പോൾ ഞാനും എൻ്റെ കാലേ കിടക്കുക. അവൻ ആ കഥ അടച്ചിട്ട്, നീ എൻ്റെ അച്ചാച്ചനെ കാലേ ചവിട്ടിയോടാ, അടിക്കടാ, എന്നെ അടിക്കടാ. അവൻ പറഞ്ഞു നിനക്കിട്ടുണ്ട്. ആർക്കട്ടാ? ഞാൻ വീണ്ടും കിടന്നടാ. ആരെ അടിക്കാതിരിക്കാൻ? അവനെ അടിക്കാതിരിക്കാൻ. നല്ല രസമാണ്. ഇതെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എൻ്റെ അപ്പ സീരിയസ് ആയിട്ട് എൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, സത്യം പറയടി ഇവൻ എൻ്റെയാണോ? അതെങ്ങനെ സഹിക്കും? കാരണം അവരിന്ന് വരെ അങ്ങനെ ആടെയും കാക്ക കിടന്നിട്ടില്ല. അടുത്ത ദിവസം എനിക്ക് വിസ കിട്ടി. അന്ന് തുടങ്ങി വിദേശയാത്രയാണ്. ഒരു കാര്യം ഞാൻ പറയാം, മുറുക്കി അങ്ങ് തകർക്കും. തമ്പുരാൻ പിച്ച് ചീന്തും. എന്തിനാണെന്നറിയാം? എന്നാലേ വർദ്ധിക്കത്തുള്ളൂ. വാഴ് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അനുഗ്രഹിക്കപ്പെടുന്നതിന് മുമ്പിൽ ദൈവം അനുവദിക്കുന്ന ഒരു നുറുക്കൽ പ്രക്രിയയുണ്ട്. എ പ്രോസസ് വിച്ച് ബ്രേക്സ് അസ്. ബ്രേക്കിങ്, ദൈവം ഒരാളെ ബ്രേക്ക് ചെയ്യുന്നത് തകർക്കാനല്ല, മൾട്ടിപ്ലൈ ചെയ്യാനാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് എല്ലാവരെയും ദൈവം മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നത് എല്ലാം നുറുക്കും. നുറുക്കപ്പെടാത്ത ആരും ഉപയോഗിക്കപ്പെടത്തില്ല. ഉപയോഗിക്കപ്പെടണോ? നുറുക്കപ്പെടണം. അത് പല രീതിയിലായിരിക്കാം. ചിലപ്പം മക്കളായിരിക്കാം, ചിലപ്പം ദാമ്പത്യമായിരിക്കാം, ചിലപ്പം കുടുംബമായിരിക്കാം. പക്ഷെ എല്ലാ നുറുക്കൽ പ്രക്രിയയും വർധനവിനാണ്. അവിടെ കർത്താവ് അവരെ അനുഗ്രഹിച്ച് എന്ത് ചെയ്തു? കൊടുത്തു. അല്ലേ? 9-ാം അധ്യായം. വീണ്ടും കർത്താവ് പ്രാർത്ഥിച്ച് 28-ാമത്തെ വാക്യം, അതേ സെയിം അധ്യായത്തിൻ്റെ 28. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. വീണ്ടും ക്രിസ്തു മലയിൽ പോകുന്നുണ്ട്. അവിടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ മുഖഭാവം മാറി, വസ്ത്രം ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. ഇതെല്ലാം സംഭവിക്കുന്ന മറുരൂപ മലയാണ്. അപ്പം പ്രാർത്ഥനയിൽ രൂപാന്തരീകരണം ഉണ്ടാവും, ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവും. പ്രാർത്ഥിക്കാനായിട്ട് ക്രിസ്തു എവിടെ പോയി? മലയുടെ മുകളിലേക്ക് പോയി. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകും. 11-ാം അധ്യായത്തിൽ ക്രിസ്തു പ്രാർത്ഥിച്ചു എന്ന് കാണുകയാണ്. കർത്താവ് ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരോടത്തും വന്ന് കർത്താവ് ഞങ്ങളെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ. അപ്പോൾ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്തു? പഠിപ്പിച്ചു. ക്രിസ്തു തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചത് ഒറ്റ കാര്യമാണ്. എന്താ? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. യേശു ക്രിസ്തു പഠിപ്പിച്ച ഒറ്റ കാര്യം പ്രാർത്ഥിക്കാനാണ്. പാട്ട് പഠിപ്പിച്ചോ? ഇല്ല. വർഷിപ്പ് പഠിപ്പിച്ചോ? ഇല്ല. ഓർഗം പഠിപ്പിച്ചോ? ഇല്ല. പക്ഷെ എന്താ പഠിപ്പിച്ചു? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതിന് കാരണമുണ്ട്. കർത്താവിനറിയാം, പ്രാർത്ഥിച്ചാൽ മതി, ബാക്കിയെല്ലാം അങ്ങ് നടന്നോളൂ. ഏറ്റവും അടിയന്തരമായ ആവശ്യം എന്ത് ചെയ്യുക? പ്രാർത്ഥനയാണ്. പഠിപ്പിച്ചു. എന്നിട്ട് എന്താ പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അന്നത്തെ ആ ഒരു റിലീജിയസ് കോണ്ടസ്റ്റ് മനസ്സിലാക്കണം. അവിടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ ഒക്കില്ല. പിതാവേ എന്നല്ല, ദൈവമേ എന്നുള്ള പേര് പോലും അവർ ഉദ്ധരിക്കില്ല. അതുകൊണ്ടാണ് ഈ പ്രോഡിഗൽ സൻ്റെ സംഭവത്തിൽ അവൻ പറയുന്നുണ്ട്, അപ്പം ഞാൻ നിന്നോടും സ്വർഗത്തോട്. എന്തുകൊണ്ടാണ് സ്വർഗം എന്ന് പറയുക? സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡാണ്. ദൈവം എന്ന് പറയുന്നതിന് പകരം അവർക്ക് പറയാൻ പേടിയായതുകൊണ്ടാണ് സ്വർഗമെന്ന് പറയുന്ന പദം ഉപയോഗിക്കുക. അപ്പം ഇവിടെ ആ ദൈവത്തെ എന്തെന്നാ വിളിക്കുക? പിതാവേ എന്ന് വിളിച്ചു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്തെന്ന് വിളിച്ചു? പിതാവേ. എന്താ പിതാവേ എന്നുള്ള ആ സംബോധനയ്ക്ക് വലിയ അർത്ഥമുണ്ട്. ഞങ്ങളുടെ പിതാവേ. ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ ആരാകുന്നു? പിതാവാകും. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നുണ്ട്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ. പിതാവ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ അബ്ബായി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് ആരായിട്ട് മാറുന്നു? പിതാവായിട്ട് മാറും. ഈ പിതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയാമോ? നമ്മൾ ഈ അപ്പന്മാരുടെ ഒരു പ്രത്യേകതയുണ്ട്. അവർ അധികം ഈ വലിയ സ്നേഹം പ്രകടിപ്പിക്കത്തില്ലെങ്കിലും ഉള്ളു നിറച്ച് എന്തായിരിക്കും? സ്നേഹ. നമുക്ക് പലപ്പോഴും ഈ സ്നേഹം അറിയാതെ പോകും. ഞാൻ വായിച്ച ഒരു കഥയ്ക്കകത്ത്
ഭയങ്കര മനസ്സിനകത്ത് വിഷമം തോന്നിയ ഒരു കഥയുണ്ട്. ആ കഥ ഇതായിരുന്നു. ഒരു കൊച്ചിൻ്റെ അപ്പം മരിച്ചുപോയി. അപ്പനൊക്കെ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ടും അവൻ അപ്പനോട് ആ വൈരാഗ്യം തീർന്നിട്ടില്ല. കാരണം അവൻ്റെ ഓർമ്മയിൽ ഒരപ്പനുണ്ട്. അവൻ കൊച്ചായിരിക്കുമ്പോൾ അവനെ ഇങ്ങനെ കട്ടിക്രാസിയെ കെട്ടിയിടും. ജനലിനെ കെട്ടിയിട്ടിട്ട് അവനെ ഇങ്ങനെ അടിക്കും, കെട്ടിയിട്ടിട്ട് അടിക്കും കട്ടിക്രാസ് ഈ ജനലിലൊക്കെ. ആ ഓർമ്മ കൊണ്ട് അപ്പനോട് അവന് ഭയങ്കര പിണക്കായി. വർഷങ്ങൾ കഴിഞ്ഞ് അപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവനെ ചികിത്സിച്ച ഒരു വൈദ്യരെ അവൻ കാണുക. അപ്പം വൈദ്യർ ഇവനോട് പറയുന്നൊരു കാര്യമുണ്ട്. നിനക്ക് കൊച്ചിലെ ഈ പിള്ളവാദം വന്ന് നിൻ്റെ കാലെല്ലാം ഷ്രിങ്കായി. ഇപ്പം മെഡിസിൻ കൊടുത്തപ്പം പറയുമായിരുന്നു മെഡിസിനെക്കാട്ടും വലുത് ഇവനെ കട്ടിലിങ്ങനെ ജനലിങ്ങനെ കിടന്ന് എന്ത് ചെയ്യണം, വലിയണം, എന്നാലേ ഇവൻ ശരിയാത്തും. കൊച്ചൻ വലിയുമോ? ഇല്ല. അതിനപ്പം ചെയ്യുന്നത് ജനലെ കെട്ടിയിട്ട് ഇവനെ അടിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ എന്ത് ചെയ്യും? വലിയും. പിന്നെ അവന് മനസ്സിലായത് അപ്പൻ്റെ അടി പോലും അവനെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ അപ്പനെ തെറ്റിദ്ധരിക്കും. എന്തിനാ ഇങ്ങനെയൊക്കെയെന്ന്? ഒരു കാര്യം ഓർത്തോണം, ബാലശിക്ഷ നൽകുമൻ അപ്പനെങ്കിലും ചേലൊടുത്താൻ സ്നേഹം, നന്മയെ തൻകരം നൽകുമൻ നീശനിൽ. എന്ത് പാട്ടാ! ബാലശിക്ഷ നൽകുമൻ. എന്തിനാണ് ഈ അടിയൊക്കെ? അപ്പൻ്റെ സ്നേഹം കൊണ്ടാണ്. അപ്പൻ്റെ സ്നേഹമാണ് പലപ്പോഴും ചെറിയ ശിക്ഷകൾ നമുക്ക് തരിക. നമ്മളത് മനസ്സിലാക്കാൻ ഇച്ചിരി താമസിക്കും. രണ്ടാമത്തേത് അപ്പൻ്റെ പ്രത്യേകത മത്തായി സുവിശേഷത്തിൽ കാണുന്നു. നാം ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യം അറിയുന്ന എന്തൊരു കർത്താവ് പിതാവാണ്. നാം ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യം അറിയുന്ന ഒരു പിതാവെന്നാണ് പറയുക. പിതാവാണ് നമുക്കുണ്ട്. എനിക്ക് ആ കർത്താവിനെ നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. ചോദിക്കും മുമ്പ് അറിയാം. എളിയവനൊരു അനുഭവം ആ ഒരു കോണ്ടസ്റ്റിൽ പറയണമെന്നുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ തെക്കൂന്ന് വരിക, കുറേ നാളായി, കുറേ വർഷം മുമ്പാണ്. എന്നാലും എൻ്റെ മനസ്സിലിങ്ങനെ പച്ച പിടിച്ച് കിടക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു 4 മണിയൊക്കെ ആകാറായപ്പോൾ എന്നെ എൻ്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വീട്ടിലോട്ട് വരണമെന്നുണ്ട്, പക്ഷേ സമയമില്ല, അതുകൊണ്ട് ആരെങ്കിലും ടൗണിലോട്ടൊന്ന് വരണം, ഞാൻ അവിടെ വെച്ച് കാണാം, എൻ്റെ ഒരു സാധനമുണ്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് പ്രോൺസാണെന്ന് പറഞ്ഞു. അപ്പം ആരെങ്കിലും പെട്ടെന്നൊന്ന് വിടണം. അപ്പം ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് ആരെങ്കിലും ഇന്നാര് വരുന്നുണ്ട്, ഇന്നടത്ത് ഇപ്പോൾ ഉണ്ട്, വിടണം, അവർ കുറച്ച് പ്രോൺസുമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പ്രോൺസുമായിട്ട് ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങേ തലക്കിലൊരു കരച്ചിൽ കേൾക്കാം. ഒരു സങ്കടവും കരച്ചിലും ഒക്കെ. പ്രോൺസും കരച്ചിലുമായിട്ട് എന്താ ബന്ധം? അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ, എന്തൊക്കെ വിഷയം എന്താ? അപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു, കുഞ്ഞു സ്കൂളിൽ നിന്ന് വന്ന് ബായി അങ്ങോട്ട് വെച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഇന്നുച്ചയ്ക്ക് ഞങ്ങളുടെ ഒരു കൂട്ടുകാരത്തി കുറച്ച് പ്രോൺസ് ബിരിയാണി കൊണ്ടുവന്നു, ഞങ്ങൾക്കെല്ലാം ഷെയർ ചെയ്തു. എന്തോ ടേസ്റ്റായിരുന്നറിയാം, അതുകൊണ്ട് ഇച്ചിരി പ്രോൺസ് ബിരിയാണി വെച്ച് തരാം. എന്നിട്ട് അവൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കമൻ്റ് അടിച്ചു, നടക്കത്തില്ലെന്നറിയാം, പറഞ്ഞെന്നേ ഉള്ളേ ഒരു കൊട്ടേഷനോട് അടിക്കും. ഇത് പറഞ്ഞു തീരുകയുമാണ് ഒരാൾ എന്നോട് പറയുന്നു പ്രോൺസുമായിട്ട് വരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെ നിന്നാണ് മേടിച്ചേ, എങ്ങനെയാണ്? അപ്പം പറഞ്ഞു, ഉച്ചയ്ക്ക് ആലപ്പുഴ വഴി വന്നപ്പം പ്രോൺസ് ഇരിക്കുന്ന കണ്ടപ്പം മേടിച്ച. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഉച്ചയ്ക്ക് ക്ലാസ്സിൽ 1 മണിക്ക് അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിന് കഴിച്ചപ്പോഴാണ് പ്രോൺസ് കഴിച്ചത്. അപ്പോൾ അവൾ ഓർത്തു, വീട്ടിൽ ചെന്നിട്ട് ആരോട് പറയണം, അമ്മയോട് പറയണം. ചിന്തിച്ചു, പറഞ്ഞോ? ഇല്ല. പക്ഷെ 4 മണിക്ക് വന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് അതുവഴി പോയ ഒരാളോട് ആലപ്പുഴ വെച്ച് ഒരാൾ കർത്താവ് പറഞ്ഞു പ്രോൺസ് മേടിക്കാൻ. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, വലിയൊരാളുടെ മോളാണെങ്കിൽ പറഞ്ഞാൽ കൊണ്ടുത്തരും, പക്ഷെ പറയാതെ വീട്ടിൽ ചെന്ന് പറയുമെന്ന് ചിന്തിച്ചപ്പം, ചെറിയൊരു കാര്യമാണ്, പ്രോൺസ് വലിയ കാര്യമൊന്നുമല്ല, എന്നാൽ പോലും ചിന്തിച്ചപ്പം ആലപ്പുഴ വഴി പോയ ഒരാളെയും കൊണ്ട് പറഞ്ഞ് മേടിപ്പിച്ചൊരു കർത്താവിനെ കുറിച്ച് ഇങ്ങനൊരു പിതാവുണ്ട്. ചോദിക്കും മുമ്പ്, ചോദിച്ചോ? ഇല്ല. ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം എന്നതെന്നറിയുന്ന ഒരു പിതാവ്.